ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ഓർക്കിഡിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഫ്ലവർ വിരിഞ്ഞിക്കണ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് കിങ് ഫിഷർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അതിപ്പോൾ വിരിഞ്ഞിട്ട് കുറേ ദിവസമായി, ഒരു 1.5 മാസമൊക്കെ ആയിട്ടുണ്ടാവും ഇങ്ങനെ നിൽക്കുന്നത്. ഫ്ലവറിലേക്ക് നമ്മൾ നനയ്ക്കുമ്പോഴും അതേപോലെ തന്നെ ഫെർട്ടിലൈസർ കൊടുക്കുന്ന സമയത്തും വെള്ളമാവാതെ ശ്രദ്ധിച്ചാൽ ഫ്ലവർ ഒരുപാട് ലാസ്റ്റ് ചെയ്യും. ഇത് റയാ റെഡ്, ഇത് ഡെൻഡ്രോബിയം മൈനിയിൽ ഉറൈവാൻ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. നല്ലൊരു ഫ്ലവർ, ഭംഗിയുള്ള ഫ്ലവറുമാണ്, നല്ല സ്മെല്ലുമാണ്. അടുത്തു കൂടെ പോകുമ്പോൾ തന്നെ നല്ലൊരു ഫ്രാഗ്രൻസാണ്. ഇതിൽ ഫ്ലവർ വന്ന് പോയ സ്റ്റെമ്മുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും സ്പൈക്കുകൾ വരും, പിന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവും. അങ്ങനെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. ഇത് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സാണ്, മെച്ചോർഡ് പ്ലാന്റ്സ് തന്നെയാണ്. 250 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒക്കെ ഫ്ലവറിങ് ആയതാണ്, ചിലതൊക്കെ ഫ്ലവറിങ് വന്ന് ഇപ്പം ഫ്ലവറൊക്കെ കൊഴിഞ്ഞു പോയി. ഇനി അടുത്ത ഷൂട്ട്സൊക്കെ വരുന്നുണ്ട് പുതിയതായിട്ട്. ഇതൊക്കെ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സാണ്. ഇത് കണ്ടോ, ഇത് ഫ്ലവർ വന്ന് പോയിട്ട് അതേ സ്റ്റെമ്മുമ്പോൾ തന്നെ വീണ്ടും സ്പൈക്ക് വരുന്നുണ്ട്. ഈ വലിയ പോട്ടിലിരിക്കുന്ന പ്ലാന്റ്സൊക്കെ പോട്ടിൽ നിന്ന് ഊരി എടുത്തതിന് ശേഷമാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത്. വലിയ പോട്ടിലാവുമ്പോൾ കൊറിയർ ചാർജ് കൂടുതൽ വരും. ഇപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അയച്ചു തരും. വലിയ ബോട്ടിലിരിക്കണമെന്നും പിന്നെ നമ്മൾ റീപോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ വളങ്ങളൊക്കെ കൊടുത്താൽ വീണ്ടും ഫ്ലവർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ മരത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണ്. നന്നായിട്ട് തന്നെ റൂട്ട്സൊക്കെ അതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സീഡ്ലിങ്സാണ്. സീഡ്ലിങ്സിന് ഇന്ന് ഞാനൊരു ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട്. ബാസിഫോളിയർ ഗോൾഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. അത് ഒരു റൂട്ട് ഹോർമോണാണ്. ഫസ്റ്റ് നമ്മൾ സീഡ്ലിങ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതാണ് കൊടുക്കേണ്ടത്. റൂട്ട്സൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനും പുതിയ ഷൂട്ട്സ് വരാനും ഒക്കെ നല്ലതാണ്. ഇത് ഞാൻ 3 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 5 ml എടുത്തിട്ടുണ്ട്. ഇത് 1 ലിറ്റർ വെള്ളത്തിന് ഒരു 2 ml എന്നുള്ള കണക്കിലൊക്കെ എടുത്താൽ മതി. കൂടുതലാവണ്ട, കുറഞ്ഞു പോയാലും പ്രശ്നമില്ല, കൂടുതലായാലാണ് പ്രശ്നം. മറ്റോ കമ്പ്യൂട്ടർ ഇപ്പോൾ ഇത് ഞാനൊരു 3 ലിറ്ററൊക്കെ ആയതുകൊണ്ട് 5 ml എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് നമ്മൾ അതിൻ്റെ റൂട്ട്സിൻ്റെ ഭാഗത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഈ ഒരാഴ്ച ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്ത ആഴ്ച നമ്മൾ കൊടുക്കുമ്പോൾ 30-10-10 എന്നുള്ള മിറാക്കിൾ ഗ്രോ NPKൻ്റെ മിറാക്കിൾ ഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഫെർട്ടിലൈസറാണ് ഗ്രോത്തിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ കൊടുക്കാറുള്ളത്. അങ്ങനെ ഒരു 5-6 മാസം നമ്മൾ ഗ്രോത്തിനുള്ളത് മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം പ്ലാന്റ് ഏകദേശം ഒരു മെച്ചേർഡായി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കാം.
30-10-10 NPK കൊടുക്കുമ്പോൾ നമ്മൾ ലീഫിലേക്കാണ് സ്പ്രേ ചെയ്യേണ്ടത്. ഇതിപ്പം ഞാൻ റൂട്ടിലേക്കാണ് സ്പ്രേ ചെയ്യുന്നത്. റൂട്ട് ഹോർമോൺ ആയതുകൊണ്ട് തന്നെ റൂട്ട്സിലേക്ക് ആണ് കൊടുക്കുന്നത്. ഇത് കുറച്ചും കൂടെ മെച്ചേർഡായിട്ടുള്ളൊരു സീഡ്ലിംഗാണ്, കാരണം ഇത് കുറച്ച് മുമ്പേ വെച്ചിട്ടുണ്ട്. ഈ സീഡ്ലിംഗ് ടൈപ്പ് പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഈ പോട്ടോടെ തന്നെ അതേപോലെ തന്നെ അയച്ചു തരും. ഏകദേശം റൂട്ട്സൊക്കെ വന്ന് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്, പുതിയ ഷൂട്ട്സൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കത് കൊണ്ടുപോയി അതേപോലെ വെച്ചാൽ മതിയാവും, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.